ഹലോ, ഹായ്, നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഫേസ്ബുക്ക് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും കൂടി പ്ലേസ് ചെയ്യാം, അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫേസ്ബുക്കുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ പോകുന്നത്. ഞാൻ നേരെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനൊരു എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലേക്ക് കയറുവാണ്. ആ, നേരെ ഫേസ്ബുക്കിലേക്ക് കയറാം. ഫേസ്ബുക്കിൽ കയറിയതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മുടെ പേജസിലേക്ക് പോവുക. നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ മെനു ക്ലിക്ക് ചെയ്ത് അതിൻ്റെ പേജസിലേക്ക് പോവാം. അതാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജ്. നമുക്ക് മെറ്റാ ബിസിനസ് സൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മെറ്റാ ബിസിനസ് സൂട്ടിലേക്ക് പോവാം. മെറ്റാ ബിസിനസ് സൂട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാനൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഡയറക്റ്റ് പോവാം. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ പേജിലേക്ക് തന്നെ പോവാം. പേജിലേക്ക് പോയി കഴിഞ്ഞാൽ പേജ് സെറ്റിങ്സിലേക്ക് പോവാം. പേജ് സെറ്റിങ്സിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ പ്രൊഫൈലാണ്, പേജിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി പറയും. പേജിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലിങ്ക്ഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ലിങ്ക്ഡ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോറി, ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. വാട്സപ്പ് കണക്ട് ചെയ്യുന്നത് ഞാൻ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇൻസ്റ്റാഗ്രാം നമുക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വ്യൂ ഇൻസ്റ്റാഗ്രാം കൊടുക്കുക. അതിനുശേഷം കണക്ട് അക്കൗണ്ട് കൊടുക്കുക. കണക്ട് അക്കൗണ്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇൻസ്റ്റാഗ്രാമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. നെക്സ്റ്റ് കൊടുക്കുക, കൺഫേം കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം വിൻഡോ ഓപ്പൺ ആയി വരും. ഇൻസ്റ്റാഗ്രാം ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് ഫോർഗോട്ടൻ പാസ്വേഡ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. നമുക്ക് ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യാം. അല്ലെങ്കിൽ സൈൻ അപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്ത് സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ആവും. ഞാനിപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് വന്നിരിക്കുന്ന വിൻഡോയിൽ ഡയറക്റ്റ് ഫേസ്ബുക്ക് ഉപയോഗിച്ചിട്ടൊന്ന് ലോഗിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് കൊടുത്തു, കണ്ടിന്യൂസ് അഭിലാഷ്. ഞാൻ ഓൾറെഡി ഒരു സെക്യൂരിറ്റി കോഡ് ചോദിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി അത് ടു ഫാക്ടർ ഒതന്റിക്കേഷൻ ഇതിൽ എനേബിൾ ചെയ്തുകൊണ്ടാണ് എനിക്ക് സെക്യൂരിറ്റി കോഡ് ചോദിക്കുന്നത്. സേവ് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഇൻഫർമേഷൻ സേവ് ആവും. അത് കഴിഞ്ഞ് ലോഗിൻ ആസ് കൊടുത്ത് പിന്നെ ഇൻസ്റ്റാഗ്രാം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു. ഇതൊക്കെ വൺ ടൈം ആട്ടോ. ഇതൊക്കെ ഞാൻ പേഴ്സണൽ ബ്ലോഗ് എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ്. കൺഫേം. അപ്പോൾ നമ്മൾ കണക്ട് ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് കണക്ട് ആയോ എന്ന് അറിയാൻ വേണ്ടി ഒന്നുകൂടി നമ്മുടെ ലിങ്ക്ഡ് അക്കൗണ്ട്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പേജിൻ്റെ സെറ്റിങ്സിൽ പോവാണ്. പേജിൻ്റെ സെറ്റിങ്സിൽ പോകുമ്പോൾ സ്വിച്ച് ചെയ്യാൻ പറയാം. കാരണം നമ്മൾ പ്രൊഫൈലിൽ കയറിയതുകൊണ്ട് സ്വിച്ച് ചെയ്യാൻ പറയും. എൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽ പേജ് സെറ്റ് ലിങ്ക്ഡ് അക്കൗണ്ട്സിൽ പോയി കഴിഞ്ഞാൽ നോട്ട് കണക്റ്റഡ് ആണ് കാണിക്കുന്നത്.
ആ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയില്ലായിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയത്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കണക്റ്റ് ആയി. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഡിസ്കണക്ട് ചെയ്യണം, ഒന്ന് ഡിസ്കണക്ട് ചെയ്യാം. ഇപ്പം ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക് പേജ് സെലക്ട് ചെയ്യുന്നിടത്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാമും കൂടി സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ പരസ്യം ചെയ്യാൻ പറ്റും. അപ്പം ആ പെർട്ടിക്കുലർ അതേ സെയിം അക്കൗണ്ട് നമുക്ക് പരസ്യം ഇടാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. നമ്മൾ ഫേസ്ബുക്ക് പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമുമായിട്ട് കണക്ട് ആയിട്ടുണ്ടാകും. നമുക്ക് ഫേസ്ബുക്ക് പേജസിൽ പോകുന്നു, ഇൻസ്റ്റാഗ്രാം കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ക്രിയേറ്റ് ആഡിലേക്ക് വരും.